ബംഗളൂരുവിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ തീപിടിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതർ. 179 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് കൊച്ചിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നത്. പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീ കണ്ടത്. വിമാനം അടിയന്തരമായി നിലത്തിറക്കി തീ അണയ്ക്കുകയായിരുന്നു. വിവരങ്ങളുമായി ടി വി പ്രസാദ് ഉണ്ട് തിരുവനന്തപുരത്ത്. അതിനുമുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അല്ലല്ല ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് വിവരങ്ങളുമായി ടി വി പ്രസാദ് ഉണ്ട്. പ്രസാദ്, തീപിടുത്തത്തിനെ സംബന്ധിച്ച് കാരണം വ്യക്തമായിട്ടുണ്ട്. എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 9:45 ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിനാണ് ഈ ദുരന്തമുണ്ടായത്. അതായത് പുറപ്പെടാൻ തന്നെ ഇന്നലെ വൈകിയിരുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ്, 11 മണിക്ക് ശേഷമാണ് ആ ഫ്ലൈറ്റ് പുറപ്പെടുക തന്നെ ചെയ്തത്. അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായ ഉയരത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഫ്ലൈറ്റിന്റെ ചിറകിനടിയിൽ നിന്ന് തീ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഫ്ലൈറ്റിന്റെ ഗ്ലാസ്സിലൂടെ കണ്ട യാത്രക്കാർ നിലവിളിക്കുകയായിരുന്നു. നിലവിളിച്ചതോടുകൂടി അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ബംഗളൂരു എയർപോർട്ടിന്റെ തന്നെ റൺവേയുടെ മറ്റൊരു ഭാഗത്ത്, അതായത് മറ്റു വെളിച്ചമൊന്നുമില്ലാത്ത സാധാരണഗതിയിൽ ഉപയോഗിക്കാത്ത രീതിയിലുള്ളൊരു ഭാഗത്തേക്ക് ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ എമർജൻസി ഡോർ തുറക്കുകയും സാധനങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കാതെ വളരെ പെട്ടെന്ന് യാത്രക്കാരെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കുകയുമായിരുന്നു ചെയ്ത്. ആ സമയത്ത് നിരവധി പേർ വീണും മറ്റും നിസ്സാര പരിക്കുകളേറ്റതായാണ് വിവരം. പരിക്കേറ്റവർക്ക് ഗുരുതരമായ പരിക്കുകളില്ല എന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പല ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ അടിയന്തരമായി പുറത്തിറക്കി അവിടെ നിന്ന് കുറെ ആളുകളെ ആംബുലൻസിൽ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഈ യാത്രക്കാരെ മുഴുവൻ വിമാനത്താവളത്തിലേക്ക് മാറ്റുന്നത്, വിമാനത്താവളത്തിൽ നിന്നെത്തിയ ബസ്സിൽ മാറ്റുന്നത്. പിന്നീട് രാത്രി ഏറെ വൈകുന്നത് വരെ യാത്രക്കാർ വിമാനത്താവളത്തിൽ തന്നെ തുടർന്നു. അതിനുള്ളിൽ നിന്ന് ലഗേജ് എടുക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ യാത്രക്കാരെല്ലാം ഹോട്ടലിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 8 മണിയോടുകൂടി വിവരം കിട്ടി തിരിച്ചു കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉണ്ടായിരിക്കുന്ന വലിയ ദുരന്തമാണ്. ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി വൈകി നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. എന്തായാലും ഇന്ന് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ലാൻഡിംഗ് നടത്താനായതുകൊണ്ടും പൂർണ്ണമായി പറന്നുയരുന്നതിന് മുമ്പ് തന്നെ തീ കണ്ടതുകൊണ്ടുമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൽ യാത്ര ചെയ്ത രാജസിംഹൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ രാജസിംഹൻ ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്നു. രാജസിംഹൻ തന്നെയാണ് ഈ വിവരം നമ്മളോട് പങ്കുവച്ചതും. അതായത് ഈ എമർജൻസി ലാൻഡിംഗ് നടത്തിയ ഉടൻ തന്നെ ഈ വാർത്ത റിപ്പോർട്ടറാണ് ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്, ദൃശ്യങ്ങൾ സഹിതം. തീ കത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിമാനത്തിൽ നിന്ന് യാത്രക്കാർ എടുത്ത ദൃശ്യവും അതുപോലെ തന്നെ വിമാനത്താവളത്തിനകത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ തന്നെ എടുത്ത ദൃശ്യങ്ങളുമാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തത്. ഏതായാലും വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്, അതും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്ന്. മാത്രമല്ല, ഈ സമരം അവസാനിച്ചതിന് ശേഷം പല ഭാഗത്തും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്ന് ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആ രീതിയിലേക്കുള്ള അന്വേഷണവും നീങ്ങുമോ എന്ന കാര്യമാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, തിരുവനന്തപുരത്തു നിന്നും ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആശ്വാസ വാർത്തയാണ്. വലിയ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. സുരക്ഷിതരാണ് എന്ന ആശ്വാസ വാർത്തയാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതൊരുപക്ഷെ ഉച്ചയോടുകൂടിയോ ഒക്കെ ഔദ്യോഗിക പ്രഖ്യാപനം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.